നമസ്കാരം. മിത്രമല കൈരളി കോളേജ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അവതരിപ്പിക്കുന്ന കൈരളി ഓൺലൈൻ മന്ത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത കൈരളിയുടെ ഓൺലൈൻ ക്ലാസ്സുകളായ മാത്സ് വർക്ക്ഷോപ്പ്, ഈസി ഇംഗ്ലീഷ് എന്നീ പരിപാടികൾ നിങ്ങൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം നോക്കുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ ഹിസ്റ്ററി പോർഷനിലെ 4ാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗത്തിലെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗം, അല്ലെങ്കിൽ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ മനസ്സിൽ ഓടി വരുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതും. അതായത് പുസ്തകം നിരീക്ഷിക്കുമ്പോൾ ആദ്യം കാണുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കുറിപ്പോട് കൂടിയാണ് പുസ്തകം ആരംഭിക്കുന്നത്. പറയുന്ന ഒന്നുമില്ല, ബ്രിട്ടീഷുകാരെ നമ്മൾ എത്രത്തോളം വെറുത്തിരുന്നു എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ചെറിയ മാർഗമാണ് അതെന്ന് പറഞ്ഞാൽ. രസകരമായ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒന്നാണ്, ഒരു കഥയാണ്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 1907 ആരംഭിച്ച ഒരു, അല്ലെങ്കിൽ 1907 നടന്ന ഒരു ചെറിയ സംഭവം വേറെ ഒന്നുമില്ല. ഏതോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് അവിടെ. ആ ഫംഗ്ഷനകത്ത് സംഭവിച്ചത്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ അവിടെ വിതരണം ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരനായ പിതാവ്, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു ഗൃഹനാഥൻ പറയുവാണ്, നമുക്ക് ഈ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇവിടെ വിതരണം ചെയ്യണ്ട, പകരം നമ്മുടെ ഉൽപ്പന്നമായ അല്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രം വിതരണം ചെയ്താൽ മതി എന്ന ഒരു ചെറിയ പോർഷനെ ഒരു എക്സാമ്പിളോട് കൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ ചാപ്റ്റർ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ എന്ന്. പറഞ്ഞു വരുന്ന ഒന്നുമില്ല, ബ്രിട്ടീഷുകാര് സാധാരണക്കാരായ ജനങ്ങളെ എത്രത്തോളം ചൂഷണം ചെയ്തു, എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത് എന്നുള്ള ചില കാര്യങ്ങൾ മാത്രമാകുമ്പോൾ ഈ ചാപ്റ്റർ അങ്ങോട്ട് അവസാനിക്കും. ഓക്കെ, അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിക്കുക, നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാധാരണ കർഷകർ തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് ഒരുപാട് ഇരയായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നയങ്ങൾ അങ്ങോട്ട് നടപ്പിലാക്കി, അല്ലെങ്കിൽ പോളിസീസ് അഡോപ്റ്റ് ചെയ്തു. അതിൽ വളരെ പ്രധാനപ്പെട്ട 1, 2, 3 പോളിസീസും അതിന്റെ പ്രധാനപ്പെട്ട റൂൾസ്, നയങ്ങളും എന്തൊക്കെയാണ് എന്നും അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം നോക്കാം. വളരെ പ്രധാനപ്പെട്ടത് ഒന്നുമില്ല, രസകരമായി പഠിച്ചു പോകാൻ നമുക്ക് പറയുന്ന കാര്യം നോക്കിയോളൂ. സെമീന്ദാരി സമ്പ്രദായം എന്താ ഉദ്ദേശിക്കുന്നത്? ആ വാക്ക് കേൾക്കുമ്പോഴേ ഒരു സംശയം തോന്നുന്നു അല്ലെ? സെമീന്ദാരി സമ്പ്രദായം അല്ലെങ്കിൽ സെമീന്ദാർമാര്, ഇത് നമ്മൾ മറ്റൊരു പേര് കൂടി അറിയപ്പെടുന്നുണ്ട്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. പേരോർമ്മിക്കുക, സെമീന്ദാരി സമ്പ്രദായം അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓർമ്മിക്കുക, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുന്ന പോർഷൻ നോക്കിയേ, ഭൂനികുതി വ്യവസ്ഥയാണ് അല്ലേ? അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ നികുതിയുമായി ബന്ധപ്പെട്ട എന്തോ സംഭവമാണ്. അത് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ബ്രിട്ടീഷുകാര് സാധാരണക്കാരായ നമ്മുടെ കർഷകരുടെ നട്ടെല്ലാം ഒടിക്കുന്ന തരത്തില്, അല്ലെങ്കിൽ അവരെ ഇല്ലാണ്ടാക്കുന്ന തരത്തില് ചില പോളിസീസ് ഇന്ത്യയിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്തെന്ന് അറിയപ്പെടുന്നത്, സെമീന്ദാരി സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതില് നോക്കിയോളൂ, ഈ സെമീന്ദാരി സമ്പ്രദായം എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട നയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ പേര് കേൾക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ ഒരാളുടെ പേര് ഓർമ്മിക്കുക. ഒരു പ്രഭു ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തില്, കോൺവാലീസ് പ്രഭു എന്ന പേര്. മനസ്സിലാവുന്നുണ്ടോ? കോൺവാലീസ് പ്രഭു. അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമീന്ദാരി സമ്പ്രദായം കൊണ്ടുവന്ന ആ പ്രഭു ആരെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, എന്താ പേര്? കോൺവാലീസ് പ്രഭു ആയിരുന്നു നടപ്പിലാക്കി വന്നത്. പരീക്ഷയ്ക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാം. മനസ്സിലാവൂ? അപ്പൊ നോക്കിയോളൂ, എന്താ പറഞ്ഞേ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു. എന്താ പേര്? സെമീന്ദാരി സമ്പ്രദായം എന്നാണ്. ഈ സെമീന്ദാരി സമ്പ്രദായം എന്ന് കേൾക്കുമ്പോഴേ കോൺവാലീസ് പ്രഭുവിന്റെ പേര് മനസ്സിലേക്ക് ഓടി വരിക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ മുന്നോട്ട് വെച്ച നയങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ എന്തൊക്കെയാ നോക്കിയേ. ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, നികുതി പിരിവിനുള്ള അധികാരം പൂർണ്ണമായിട്ടും സെമീന്ദാർമാരിൽ നിക്ഷിപ്തമായിരുന്നു. മനസ്സിലാവോ? നികുതി പിരിവിനുള്ള അധികാരം പൂർണ്ണമായിട്ടും സെമീന്ദാർമാരിൽ നിക്ഷിപ്തമായിരുന്നു. ആരാ സെമീന്ദാർമാര്?
പഠിച്ചതാണ്, കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അതായത് ഭൂമിക്ക് മേല് നികുതി പിരിക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ അന്ന് കൊടുത്തിരുന്ന വിഭാഗക്കാരായിരുന്നു അറിയപ്പെടുന്നത്, ജമീന്ദാർമാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഭൂമിയിൽ നിന്ന് നികുതി പിരിവിനുള്ള പൂർണ്ണമായ അധികാരം കൊടുത്തിരുന്ന ആർക്ക് തന്നെയാ? സെമീന്ദാർമാർക്ക് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത് നോക്കിയേ, ഈ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ എന്നറിയപ്പെടുന്നത് ഈ നികുതി പിരിക്കുന്ന സെമീന്ദാർമാർ തന്നെയായിരിക്കും. മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നികുതി പിരിക്കുന്ന ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയായിരിക്കും? സെമീന്ദാർമാർ തന്നെയായിരിക്കും. അപ്പൊ രണ്ട് പോളിസി എന്തൊക്കെയാ? ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞേ? നികുതി പിരിവിനുള്ള അധികാരം എപ്പോഴും ആരിൽ നിക്ഷിപ്തമായിരിക്കും? സെമീന്ദാർമാരിൽ നിക്ഷിപ്തമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേ? നികുതി പിരിക്കുന്ന മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം സെമീന്ദാർമാർക്കായിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. മൂന്നാമത്തെ കാര്യം നോക്കാം നമുക്ക്. ഇവിടെ പറഞ്ഞത് ഇത്തരത്തില് ഈ ഭൂമിയുടെ നികുതി പിരിവിനുള്ള അധികാരം സെമീന്ദാർമാരിലേക്ക് നിക്ഷിപ്തമായപ്പോ അവർ ചുമ്മാതിരുന്നില്ല. മനസ്സിലായില്ലേ? കുഴപ്പക്കാരന്മാരാ. എന്താ ചെയ്തത്? ഈ സെമീന്ദാർമാര് പൂർണ്ണമായിട്ടും ഭൂവുടമകളായി മാറി. മനസ്സിലായില്ലേ? അതായത് നികുതി പിരിക്കുവാനായിട്ട് ഏൽപ്പിച്ച ആശാമാർ എന്ത് ചെയ്യുന്നു? നികുതി പിരിക്കുക മാത്രമല്ല, ഈ ജനങ്ങളെയും ഭൂമിയെയും പരമാവധി മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ ലാൻഡ് ഓണർമാരായിട്ട് ഭൂവുടമകളായിട്ട് മാറി. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ നികുതി പിരിവിനുള്ള അവകാശം കൊടുത്ത സെമീന്ദാർമാര് ഭൂവുടമകളാകുമ്പോ സാധാരണക്കാരായ കർഷകൻ അവിടെ കുടിയാന്മാരായി മാറുന്നു. എന്താ? കുടിയാന്മാര് ദരിദ്രന്മാര് അല്ലെ, നിവൃത്തിയില്ലാത്ത ഒരു വിഭാഗമായി മാറുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം നാലാമത്തെ നയം എന്തായിരുന്നു എന്ന്. ഒന്നുമില്ല, വളരെ മോശമാണ് കേട്ടോ. നാലാമത്തെ നയം എന്താ? വിളവിന്റെ 60% കർഷകൻ എന്ത് ചെയ്യണം? നികുതിയായിട്ട് കൊടുക്കണം. അമിത നികുതിയല്ലേ സാധാരണക്കാരന് കിട്ടുന്നത്? എന്താ? വളരെ കുറച്ച് പ്രതിഫലം, കഠിനാധ്വാനമാണ് അല്ലെ. കഠിനാധ്വാനത്തിന് അവന് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ? ഇല്ല. കിട്ടുന്ന പ്രതിഫലം മുഴുവൻ, കിട്ടുന്ന വിളവ് മുഴുവൻ, കിട്ടുന്ന ലാഭം മുഴുവൻ ആർക്ക് കൊടുക്കണം? ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ സെമീന്ദാർമാർക്ക് കൊടുക്കണം. ഉദ്ദേശിക്കുന്ന എന്താ? വിളവിന്റെ 60%, മുഴുവൻ കിട്ടുന്നതിന്റെ 60% ആർക്ക് കൊടുക്കണം? നികുതിയായിട്ട് ഈ പറഞ്ഞ സെമീന്ദാർമാർക്ക് കൊടുക്കണം. വേറെ കുഴപ്പം കൂടി ഉണ്ട് അവിടെ. എന്താണെന്നറിയാവോ? ലാഭമല്ല പ്രശ്നം. വിളവ് മോശമായാലും എന്ത് ചെയ്തേ പറ്റുള്ളൂ? നികുതി നൽകിയേ പറ്റുള്ളൂ. അവർ നോക്കുമ്പോ അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും നോക്കുന്നില്ല അല്ലേ. എന്താ? കർഷകൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിളവ് മോശമായാലും ലാഭമായാലും എന്ത് കൊടുത്തേ പറ്റുള്ളൂ? നികുതി കൊടുത്തേ പറ്റുള്ളൂ. മനസ്സിലാവൂ? പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, മറന്നു പോകരുത്. ഞാൻ എന്താ പറഞ്ഞേ? വിളവ് മോശമായാലും കർഷകൻ എന്ത് കൊടുത്തേ പറ്റുള്ളൂ? നികുതി നൽകിയേ പറ്റുള്ളൂ. അവസാനത്തെ കാര്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കേട്ടോ. അവരൊരു തീയതി അങ്ങോട്ട് നിശ്ചയിക്കും. മനസ്സിലായില്ലേ? നികുതി കൊടുക്കാനായിട്ട് സാധാരണ കർഷകനോട് പറയും ഒരു തീയതി. ആ നിശ്ചയിച്ച തീയതിയിൽ നികുതി പണമായി തന്നെ നൽകണം. മനസ്സിലാവൂ? അവിടെയാ കുഴപ്പം. എന്താ പറഞ്ഞേ? ഒരു തീയതി നിശ്ചയിക്കുന്നത് മാത്രമല്ല, ആ നിശ്ചയിച്ച തീയതിയിൽ നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. ഇത്രയുമായിരുന്നു എന്തെന്ന് പറയുന്നത്? ശാശ്വത നികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമീന്ദാരി സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട നയങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവിടേക്ക് വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങള് ബംഗാള്, ബീഹാർ, ഒറീസ. എവിടേക്കാ? ബംഗാള്, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ട പേര് കോൺവാലിസ് പ്രഭു എന്നാണെങ്കിൽ ഈ 3 സ്ഥലങ്ങൾ മറന്നു പോകരുത്. ബംഗാള്, ബീഹാർ, ഒറീസ. എന്താ പ്രത്യേകത? ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ഏതൊക്കെയെന്ന് അറിയപ്പെടുന്നത്? ബംഗാൾ എന്നും ബീഹാർ എന്നും ഒറീസ എന്നും അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് നയങ്ങൾ ഒന്ന് മാത്രമല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ സെമീന്ദാരി സമ്പ്രദായത്തിന് പുറമെ 1, 2, 3, 4 നയങ്ങൾ കൂടി പഠിക്കും. മനസ്സിലായില്ലേ? അവയെല്ലാം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ പഠിക്കും. അങ്ങനെയാകുമ്പോൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിന് ചേരുമ്പോൾ ചേർക്കാൻ ചോദിച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ഓർമ്മിക്കേണ്ട കാര്യമാണ് എന്ത്? ഈ സെമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഏതാ ഒന്നാമത്തത്? ബംഗാള്. രണ്ടാമത്തേത് ഏതാ? ബീഹാർ. മൂന്നാമത്തേത് ഏതാ? ഒറീസ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓർമ്മിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നേ ഉള്ളൂ. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഒന്നാമതായി ഓർമ്മ വരേണ്ടത് ആ പ്രധാനപ്പെട്ട നികുതി നയങ്ങളാണ്. അതിൽ ഒന്നാമത്തെ നയമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതിലെന്താ? ഈ സെമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ വ്യക്തി ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു. അത് ഓർമ്മയിരിക്കുമല്ലോ. അടുത്ത കാര്യം എന്താ? പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ബംഗാള്, ബീഹാർ, ഒറീസ എന്നീ സംസ്ഥാനങ്ങളായിരുന്നു.
എത്തിയല്ലോ അവിടേക്ക്. ഇനി പറയുന്നു പ്രധാനപ്പെട്ട ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നയങ്ങൾ എന്തൊക്കെയായിരുന്നു. അതിൽ ഒന്നാമത്തെ നോക്കിയേ, നികുതി പിരിവിനുള്ള അധികാരം പൂർണ്ണമായിട്ടും ആർക്കാ? സെമീന്ദാർമാർക്കായിരിക്കണം. മനസ്സിലാവും. ഒന്നാമത്തത് നികുതി പിരിവിനുള്ള അധികാരം സെമീന്ദാർമാരിൽ നിക്ഷിപ്തമായിരുന്നു. രണ്ടാമത്തേത് എന്താ? മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ആരായിരിക്കും? ഈ നികുതി പിരിക്കുന്ന സെമീന്ദാർമാർ തന്നെയായിരിക്കും. എവിടുത്തെ ഭൂമിയാണ്? നികുതി പിരിക്കുന്ന മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം ആര് തന്നെയാ? സെമീന്ദാർമാര് തന്നെയാണ്. മനസ്സിലാവൂ. മൂന്നാമത്തെ കാര്യം നോക്കിയേ, ഇങ്ങനെ നികുതി പിരിച്ച സെമീന്ദാർമാർ ചുമ്മായിരുന്നില്ല. ഈ നികുതി പിരിച്ച സെമീന്ദാർമാർ എന്തായി മാറി? ഭൂവുടമകളായി മാറി. അങ്ങനെ ആയപ്പോ സാധാരണ കർഷകൻ കുടിയാന്മാരായി മാറുകയും ചെയ്തു. കുഴപ്പമായില്ലേ? ആയി അല്ലേ? നോക്കിയോളൂ, അവസാന കാര്യം പറഞ്ഞു. സോറി, നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? നികുതി പിരിക്കുമ്പോ 60% ഈ സാധാരണ പാവപ്പെട്ട കർഷകൻ എന്ത് കൊടുക്കണം? നികുതിയായി കൊടുത്തേ പറ്റൂ അല്ലെ? ഒരു ഫിഗർ വരെ അവർ കണക്കാക്കി വെച്ചു എന്നാ. മനസ്സിലാവുന്നുണ്ടോ? ഒരു 60% ഭാഗം എന്ത് കൊടുക്കണം? നികുതിയായിട്ട് കൊടുത്തേ പറ്റുള്ളൂ. അവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? വിളവ് മോശമായാലും നികുതി നൽകിയേ പറ്റൂ. മനസ്സിലായില്ലേ? അവിടെ ലാഭമൊന്നോ നഷ്ടമൊന്നോ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞു, വിളവ് മോശമായാലും എന്ത് കൊടുത്തേ പറ്റുള്ളൂ? അവർ നിശ്ചയിച്ച നികുതി കൊടുത്തേ പറ്റുള്ളൂ. അവസാനത്തെ കാര്യം പറയുന്നു, നിശ്ചയിച്ച തീയതിയിൽ നികുതി പണമായി തന്നെ നൽകിയിരിക്കണം. എന്താ ചെയ്യണ്ടേ? അവർ നിശ്ചയിക്കുന്ന തീയതിയിൽ സാധാരണ കർഷകൻ ഈ സെമീന്ദാർമാർക്ക് നികുതി പണമായി തന്നെ നൽകുക. ഇത്രയുമായപ്പോ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമീന്ദാരി സമ്പ്രദായം അവസാനിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഓർമ്മിക്കുക. എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ? അല്ലെങ്കിൽ മറ്റൊരു പേര് സെമീന്ദാരി സമ്പ്രദായം. നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആരാണ് കൊണ്ടുവന്നത്? പ്രധാനപ്പെട്ട നയങ്ങൾ എന്തൊക്കെയായിരുന്നു? വളരെ കാര്യമായിട്ട് പഠിക്കുക. വളരെ സിമ്പിൾ പോർഷൻ ആണ്. ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രിട്ടീഷുകാര് സാധാരണക്കാരായ കർഷകനെ എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഈ പറഞ്ഞ ലാൻഡ് പോളിസീസ് അല്ലെങ്കിൽ ഭൂനയങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ റെഗുലർ ക്ലാസ്സുകൾ ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു ചെറിയ പോർഷൻ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് പരിശീലിച്ചിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ 10ാം ക്ലാസ്സിലെ ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ വളരെ ചെറിയ പോർഷൻ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട് പോർഷൻ നിങ്ങൾക്ക് മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് ലഭിക്കുന്നു. അപ്പൊ നിങ്ങൾ പെട്ടെന്നൊരു ദിവസം ഒരു സെക്കൻഡ് പാർട്ട് പോർഷൻ കാണുമ്പോൾ ഒന്നും മനസ്സിലാവണമെന്നില്ല. ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, നമ്മുടെ യൂട്യൂബ് ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് കാണുന്ന പോർഷനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യത്തെ ഒരു പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് പരിശീലിക്കുക, അതിന്റെ സെക്കൻഡ് പാർട്ട് പോർഷനിലേക്ക് പോവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും നല്ല ഒരു വിജയാശംസകൾ നേരുന്നു. നന്ദി.